ഇപ്പോൾ ഇടുക്കിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. സാധാരണ കുടുംബ വഴക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ വീട്ടിൻ്റെ ഗേറ്റിന് മുന്നിൽ പോയിട്ട് രണ്ട് വള്ളങ്ങ് പറയും, നീ ഒന്നും ഒരിക്കലും നന്നാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകും. അതല്ലാതെ ആരെങ്കിലും പോയിട്ട് വീടിന് തീ കൊളുത്താൻ ശ്രമിക്കുമോ? അങ്ങനെ ഉണ്ട്. ഇടുക്കിയിലാണ് സംഭവം. ഇടുക്കി ഉപ്പുതറയിൽ കുടുംബ വൈരാഗ്യത്തെ തുടർന്ന് ബന്ധുവിന്റെ വീടിനു ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിട്ടയാൾ അറസ്റ്റിലായിരിക്കുന്നു. അയ്യപ്പൻകോവിൽ സ്വദേശി ജോസാണ് പിടിയിലായത്. ബന്ധുവായ ബെന്നിയുടെ വീടിനാണ് തീയിടാൻ ശ്രമിച്ചത്. വാതിലുകളിൽ പ്ലാസ്റ്റിക് കുപ്പി നിറച്ച ചാക്കുകൾ വെച്ച ശേഷമാണ് ബെന്നിയുടെ വീടിന് ജോസ് തീ വെച്ചത്. അതായത് ഒരു കാരണവശാലും തീ പിടിക്കുമ്പോൾ പുറത്തേക്ക് ഓടിയാൽ പോലും രക്ഷപ്പെടാൻ പാടില്ല. അവിടെ ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അതിനകത്ത് എങ്ങനെയെങ്കിലും വെന്ത് ചാവണം എന്നുള്ളതാണ് അയാൾ ഉദ്ദേശിച്ചത്. അരക്കില്ലമാണെന്ന് തോന്നുന്നു പുള്ളി ഉദ്ദേശിച്ചത്. എന്തായാലും പിടികൂടിയിട്ടുണ്ട് കേട്ടോ. പ്രതികരണമുണ്ട്, കേൾക്കാം. രാത്രി 2:45 കഥ പെട്ടെന്ന് ഒച്ച കേട്ട് മോൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കഥന് തീ കത്തുന്നതായിട്ട് കാണുന്നത്. അപ്പം മോൻ എന്നെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി. ആ തീയാണ് പുറത്തെ വാതിൽ കൂടെ ഇറങ്ങി. ഒച്ച കേട്ടോണ്ട് ആരും ഓടുന്ന ഒച്ച കേട്ടു. ഞങ്ങൾ ഒച്ച വെക്കുന്നുണ്ട്. പുറത്തെ വാതിൽ തുറന്നിറങ്ങിയപ്പോൾ അവിടെ പെട്രോൾ ഒഴിച്ചിരിക്കാൻ മൊത്തം ചാക്കിന് വളാശി ഇട്ടിട്ട്, പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ചാക്ക് നിറയെ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ചിട്ട് പെട്രോൾ എന്തോ കെമിക്കൽ ഒഴിച്ച് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വീടിന് ചുറ്റത്തിയും ജനൽ വഴിയും വണ്ടിയിലെല്ലാം ഒഴിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ ഇറങ്ങി വന്നുകൊണ്ട് സിറ്റ് ഔട്ടിലെ ഫ്രണ്ടിലത്തെ കത്തിനാണ് തീ കത്തിയത്. അന്നത്തേക്കും ആളുകൾ ഓടി പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും ചെയ്തു. നമുക്ക് ഒപ്പം രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ സുരേഷ്, അരക്കില്ലോ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. കുടുംബ വഴക്കിനെ തുടർന്ന് അയാളെ തീ കൊളുത്തി അരക്കില്ലത്തിലിട്ട് കൊല്ലാൻ മാത്രം എന്തു പകയാണ് ഈ ജോസിന് ബെന്നിയോടുണ്ടായിരുന്നത് രാഹുൽ? ഡോക്ടർ അരുൺ, ഇരുവരും സഹോദരങ്ങളാണ്. അയ്യപ്പൻകോവിൽ സ്വദേശിയായിട്ടുള്ള ബെന്നിയുടെ പ്രതികരണമാണ് കേട്ടത്. ശനിയാഴ്ച പുലർച്ചെ 2:45 കൂടിയായിരുന്നു ബെന്നിയുടെ വീടിന് തീ വെച്ചുകൊണ്ട് ബെന്നി ഉൾപ്പെടുന്ന കുടുംബത്തെ കൊലപ്പെടുത്താനൊരു ശ്രമം നടക്കുന്നത്. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്. പുലർച്ചയോടുകൂടി ഈ പ്രതിയായിട്ടുള്ള അയ്യപ്പൻകോവിൽ സ്വദേശി ജോസ് ഈ വീടിന് സമീപം എത്തുകയാണ്. അതിനുശേഷം വീടിന് ചുറ്റും പെട്രോൾ ഒഴിക്കുന്നു. അതുകൂടാതെ മുന്നിലത്തെയും പുറകിലത്തെയും വാതിലിനോട് ചേർന്ന് പ്ലാസ്റ്റിക് നിറച്ച ചാക്ക് വെക്കുകയാണ്. അതിനുശേഷമാണ് മുന്നിലത്തെ വാതിലിനോട് ചേർന്ന് തീ വെക്കുകയും ചെയ്യുന്നത്. ഈ ശബ്ദം കേട്ടുകൂടി, പ്ലാസ്റ്റിക് കുപ്പികൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടതോടുകൂടിയാണ് വീടിനകത്തുണ്ടായിരുന്ന ആളുകൾ എണീക്കുകയും പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ലൈറ്റ് ഇട്ടതോടെ ഈ പ്രതിയായിട്ടുള്ള ജോസ് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഉപ്പുതറ പോലീസിൽ പരാതി നൽകുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ജോസ് പിടിയിലാവുകയും ചെയ്യുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം പ്രതി കേരളം വിട്ട് കന്യാകുമാരിയിലേക്ക് പോയിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് പ്രതി തിരികെ ഉപ്പുതറയിൽ എത്തുന്നത്. ബസ് ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ ഉപ്പുതറ പോലീസ് ജോസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് കുടുംബ വൈരാഗ്യമാണ്, തൻ്റെ സഹോദരനായിട്ടുള്ള ബെന്നിയോടുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. കൃത്യമായി ഈ തീപിടുത്തം എന്തായാലും ഈ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമായി. അല്ലെങ്കിൽ ഈ വീട്ടിൻ്റെ അകത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ഒരു അപകടത്തിന് ഇരയാകേണ്ടി വന്നാനെ. അത് മാത്രമല്ല, വീടിനും തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായേനെ. എന്തായാലും പ്രതിക്ക് കൃത്യമായ കണക്കുകൂട്ടലുണ്ടായിരുന്നു. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ പ്ലാസ്റ്റിക് ചാക്കുകൾ നിറച്ച കുപ്പികൾ ഈ വാതിലിന് സമീപം നിരത്തുകയാണെങ്കിൽ അകത്തു നിന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഓടാതിരിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു ഈ തീ വയ്ക്കാനുള്ള ശ്രമം നടന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ വീടിൻ്റെ അകത്തുള്ള ആളുകൾ ഇത് മനസ്സിലാക്കുകയും പുറത്തേക്ക് ഇറങ്ങി പുറകിലത്തെ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തു. അതാണ് വലിയ അപകടത്തിൽ നിന്നും ഇവർ രക്ഷപ്പെടാൻ കാരണമായതായിരുന്നു. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നതിന് ഇടുക്കിയിൽ നിന്ന്. താങ്ക് യു രാഹുൽ സുരേഷ്, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു അരക്കില്ലോ ഒക്കെ ഒരുക്കുക. അല്ലെങ്കിലും അരക്കില്ലോ ഒരുക്കുന്നത് ആരായിരിക്കും? സ്വന്തം രക്തബന്ധത്തിലുള്ളവർ തന്നെ ആയിരിക്കും എന്നുള്ളത് നമ്മളുടെ കഥ പറയുന്നുണ്ട്, അല്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. സ്വന്തം സഹോദരൻ മറ്റൊരു സഹോദരനെ ചുട്ടുകൊല്ലാൻ വേണ്ടിയിട്ട് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടിന് ചുറ്റും ഒഴിച്ച് വീടിൻ്റെ മുൻവശത്ത് പ്ലാസ്റ്റിക് നിറച്ച പാത്രങ്ങളൊക്കെ വെച്ച് ചാക്കുകെട്ടൊക്കെ വെച്ച് തീ പിടിക്കുമ്പോൾ അതങ്ങ് കത്തിക്കൊള്ളുമല്ലോ. അപ്പോൾ മുമ്പിൽ കൂടെ ഇറങ്ങി ഓടാൻ പറ്റൂല. അതിനകത്ത് കിടത്തവൻ വെന്ത് ചാവണം എന്നുള്ളതാണ്. എന്തിനാണോ എന്തോ ഇത്രയും വലിയ പക മനുഷ്യൻ ഉള്ളിൽ സൂക്ഷിക്കുന്നത്, അശുദ്ധമാവിനെ പോലെ. എന്താ